സാർ നമസ്കാരം. നമസ്കാരം. ടി കെ ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ തളിപ്പറമ്പിൽ CPM-നെ ഞെട്ടിച്ച ആളാണ്. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും അമ്പലപ്പുഴയിൽ G സുധാകരനും. CPM-ൽ നിന്നും അതെ CPM-ൽ നിന്നും ഇറങ്ങി വന്ന് CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി CPM-നെതിരെ മത്സരിച്ച് UDF-ന്റെ പിന്തുണയോടുകൂടി ജയിച്ച നേതാക്കൾ തന്നെയാണ് ഇവരെല്ലാവരും. ഇവർ പാർട്ടിയുടെ പുത്തൻകൂറ്റ് നേതാക്കന്മാരല്ല. പാർട്ടിയിൽ പ്രവർത്തിച്ച 60-50 വർഷത്തെ പ്രവർത്തന പരിചയം അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിരുന്നു. എന്നാൽ ഇതിന് ശേഷവും, അതായത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ചേർന്ന എല്ലാ അവലോകന യോഗങ്ങളിലും ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതി വരെ രൂപപ്പെട്ടൊരു അഭിപ്രായമുണ്ട്. നേതൃത്വത്തിന് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ CPM എന്ന് പറഞ്ഞാൽ CPM = പിണറായി വിജയൻ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയതും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തരത്തിൽ പിണറായി വിജയൻ്റെ ഒരു ടാഗ്ലൈൻ, മുഖം കാണിച്ചൊരു ടാഗ്ലൈനോടുകൂടി പരസ്യം വന്നു. ആ പരസ്യത്തിൽ തന്നെ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ ടാഗ്ലൈൻ. പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള ഈ ബോർഡ് വെച്ചത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വിനയായി എന്ന് കടുത്ത പിണറായി പക്ഷക്കാരനായ P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി അവലോകന യോഗങ്ങളിൽ സംസാരിക്കേണ്ടതായി വന്നു. കണ്ണൂരിൽ ഉണ്ടായ തോൽവിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ വിമത നീക്കങ്ങളും തന്നെയാണ്. ഇത് തന്നെയാണ് പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അവിടെ തളിപ്പറമ്പിലെ സിറ്റിംഗ് MLA ആയ മധുസൂദനെതിരെ ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ CPM എന്ന പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ അകന്നു പോയത് തന്നെയാണ് ഈ പാർട്ടിയുടെ പതനത്തിന് വഴിയൊരുക്കിയത് എന്ന് ബൂത്ത് തലം മുതൽ സംസ്ഥാന സമിതി വരെ വിലയിരുത്തുകയും അതിന് ഉത്തരവാദികൾ പിണറായി വിജയനും MP ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുമാണ് എന്ന് പേരെടുത്ത് പറഞ്ഞു. മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലകൊള്ളണമെങ്കിൽ ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന ഈ 2 പേരുകാരും മാറണം. മറ്റ് ശുദ്ധി കലശങ്ങളും ആവശ്യമാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്നലെ MP ജയരാജൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനുമെല്ലാം പാർട്ടിയോട് ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. എന്നാൽ എന്ത് തെറ്റ് എന്നുള്ളത് എടുത്ത് ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നു. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ MP ജയരാജനായില്ല. മറിച്ച് MP ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ MP ജയരാജൻ ഉന്നം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നം സജീവമായി നിലനിർത്തിക്കൊണ്ട് തളിപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത്, ആരുടെ ഇടപെടൽ കൊണ്ടാണ് അവിടെ അത്തരം അപജയങ്ങൾ ഉണ്ടായത്, അതിൻ്റെ യഥാർത്ഥ കാരണം തേടി ചെല്ലുമ്പോൾ MP ഗോവിന്ദൻ്റെ പിന്തുടർച്ചാവകാശക്കാരിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വരണം എന്നുള്ള താല്പര്യം, ഈ താല്പര്യം സംരക്ഷിച്ചു കൊടുത്തതാവട്ടെ പാർട്ടിയിലെ ഏകഛത്രാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയൻ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയെ വീഴ്ത്തുക എന്നുള്ള MP ജയരാജൻ്റെ തന്ത്രം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെതിരെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ജയരാജത്രയങ്ങൾ അടക്കമുള്ള ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ ടി കെ ഗോവിന്ദനെ ചാരി MP ഗോവിന്ദനെയും പിണറായി വിജയനെയും തെറിപ്പിക്കുന്നതിന് വേണ്ടി MP ജയരാജൻ ചില ശ്രമങ്ങൾ നടത്തുന്നു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും പുറന്തള്ളുക, അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടി MP ജയരാജൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ നോക്കിക്കാണുന്നത്? പ്രദീപ് പറഞ്ഞ വിശ്വാസമൊക്കെ കൊള്ളാം. നാളെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ MP ഗോവിന്ദനെയോ CPM-ൽ നിന്നും പുറത്താക്കി CPM-ന് ഒരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ആശയം നല്ലതാണ്. പക്ഷെ മറിച്ച് ആര് പ്രതീക്ഷിച്ചാലും ആര് സഹായിച്ചാലും രക്ഷപ്പെടാത്ത ഒരു പതനത്തിൽ CPM എത്തിയിരിക്കുന്നു. ഒന്നുകിൽ ആശയപരമായൊരു അടിത്തറ വേണം, അല്ലെങ്കിൽ സംഘടനാപരമായ അടിത്തറ വേണം. ഇത് രണ്ടും തകർന്ന രീതിയിലായിപ്പോയി CPM. ഇനി ആശയപരമായ അടിത്തറ ഉണ്ടാക്കി കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട് മാത്രമേ പുതിയ സംഘടന ഉണ്ടാക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സംഘടന, അതായത് NGO യൂണിയനും SFIയും DYFIയും CITയും കർഷക സംഘവും ഒക്കെ കൂടെ ചേർന്നുള്ള സംഘടന, മഹിളാ അസോസിയേഷനും ഒക്കെ കൂടെ ചേർന്നുള്ള സംഘടന ഒന്നിനും കൊള്ളാത്ത റോട്ടൻ സ്റ്റഫായി. ഈ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട്, അതായത് ഇന്ന് CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് ആർഫയുടെ മാത്രമുള്ള കലാപം പോലെ തോന്നുള്ളൂ. തെറ്റുകൾ തിരുത്തുന്നതിനെക്കുറിച്ചല്ല ഇവർ ഇപ്പോഴും സംസാരിക്കുന്നത്. ആർക്ക് തെറ്റ് പറ്റി, എന്ത് PP ദിവ്യ തെറ്റ് ചെയ്തോ, PP ദിവ്യ പാർട്ടി തുടരണോ വേണോ വേണ്ടയോ തീരുമാനിക്കണം. അതുപോലെ പൂക്കോട് വെറ്ററിനറി കോളേജിലുണ്ടായ പിള്ളേർക്കെതിരായിട്ട് എന്ത് നടപടി എടുക്കാൻ, സിദ്ധാർത്ഥൻ്റെ മരണം എന്ത് നടപടി എടുക്കാൻ പറ്റി?
ഇതൊക്കെ പാർട്ടിയെ തോൽപ്പിച്ച കാരണങ്ങളാണ്. സിദ്ധാർത്ഥൻ്റെ മുഖവും നവീൻ ബാബുവിൻ്റെ മുഖവും ഒക്കെ ഒരു മനസ്സിൽ വേണം. എന്തിന് യദുവിൻ്റെ മുഖം വേണം? ദയനീയമായി നിൽക്കുന്ന യദു, ഇയാൾ ഭദ്രകാളിയെ പോലെ തുള്ളി അലറി വരുന്ന ആര്യരാജൻ്റെ മുമ്പിൽ. അതെ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ സിദ്ധാർത്ഥിൻ്റെയും എടിയും നവീൻ ബാബുവിൻ്റെയും മരണമായിരുന്നെങ്കിൽ യദുവിൻ്റെ ജീവിക്കാനുള്ള കൊതിയായിരുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പെടാപ്പാട് പെടുമ്പോൾ ആ ജീവിതവും ജീവിക്കാനുള്ള താല്പര്യവും അവൻ്റെ തൊഴിലവസരങ്ങളും തല്ലിക്കെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു യദുവിനോട് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA കാണിച്ചത്. അല്ല, അപ്പോൾ ഇത്തരം ഈ വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കാതെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഇതുപോലത്തെ വിഷവിത്തുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ വിഷവിത്തുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നേരാ മുകളിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ്. ഇവിടെ ഞാൻ ഇപ്പം CPM നിന്നും കഴിഞ്ഞ കാലത്ത് ഒഴിവാക്കപ്പെട്ട കുറേ നേതാക്കന്മാർ, അവരെല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല, അതിന് കഴിവുള്ളവരാണെന്ന് ഞാൻ പറയാം. ഒന്ന്, കോഴിക്കോട് പ്രദീപ് കുമാർ എങ്ങോട്ട് പോയി? വല്ല പിടിയുണ്ടോ? ഇങ്ങനെ ഇപ്പുറം വന്നാൽ തെക്കേറ്റം വന്നാൽ സമ്പത്ത്, മരുമകന് വേണ്ടി ഒതുക്കിയത് തന്നെയായിരുന്നു. തെക്കേറ്റം വന്നാൽ സമ്പത്ത് ശ്രീരാമകൃഷ്ണൻ, ഇവർ ആരും മോശക്കാരായിരുന്നു. സമ്പത്ത് കുറച്ചാളും ഡൽഹിയിലെ പ്രതിനിധി അല്ല, ഇവരിൽ ഏറ്റവും കൊള്ളാവുന്ന രണ്ട് വാക്ക് പറയാനും കൊള്ളാവുന്ന അവസരത്തിൽ പറയാൻ പറ്റുന്ന ആൾ സമ്പത്ത് തന്നെയായിരുന്നു. പക്ഷെ ഇവരെല്ലാം ഒന്നുമല്ലാതാക്കുക വഴി CPMന് ഒന്നുമില്ലാത്ത, എന്നാ വന്നാലും ചുനക്കാത്ത അല്ലെ കാപിടിക്കാത്ത മാന്തൈ പോലെ അല്ലെ പ്ലാവ് പോലെ ആയിപ്പോയി CPM. വിത്ത് വിതച്ചാൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു നല്ല വിത്ത് പോലും CPMനില്ല. ഊഷരഭൂമിയായിട്ട് മാറും. എന്തു ചെയ്യും? ആ അവസ്ഥയിൽ നിന്ന് CPMനെ എങ്ങനെ രക്ഷിക്കും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മുഴുവൻ ഭാരവാഹികൾ, ഏരിയ കമ്മിറ്റി വരെ വന്നവരെങ്കിലും തൽക്കാലം CPMൽ നിന്ന് സ്വമനസ്സാലെ മാറിയിട്ട് പുതിയ ചെറുപ്പക്കാർ. അവിടെ ഒരു ആസൂത്രിതമായൊരു നീക്കം നടന്നില്ല സാർ? ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കത് ഞാൻ അങ്ങനെ ആലോചിച്ചു പോകണം. കാരണം ഒരു രണ്ടാം നിര നേതൃനിര ഒരു കാരണവശാലും ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു ഗൂഢനീക്കം അവിടെ നടന്നിരുന്നു. അത് റിയാസിൻ്റെ ഇവർ നോക്കുമ്പോൾ സമ്പത്ത് റിയാസിനേക്കാൾ മുമ്പിലാണ്, ശിവരാമകൃഷ്ണൻ റിയാസിനേക്കാൾ മുമ്പിലാണ്. അപ്പോൾ ഷംസീർ സ്പീക്കർ സ്ഥാനത്ത് വലിയ ഏറ്റവും മോശമാകുമെന്ന് വിചാരിച്ച തിരുവനന്തപുരം പോലല്ല, ഏറ്റവും മോശം സ്പീക്കറാകുമെന്ന് വിചാരിച്ച ഷംസീർ സ്പീക്കർ സ്ഥാനത്ത് എത്തിയപ്പോൾ അതിൻ്റെ ഔന്നത്യം കുറേയെങ്കിലും കാത്തു സൃഷ്ടിക്കാൻ നോക്കി. അപ്പോൾ ആ ഷംസീറിനെ ഒഴിവാക്കി. ശൈലജ എന്തിന് വെറുതെ ആ ഒരു നിയമത്തിന് പറഞ്ഞ് ഇവിടുന്ന് മാറി അപ്പുറം പോയി ജയിച്ചോ? ഒരു തരത്തിലും ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു പാർട്ടി നേതൃത്വത്തിന്. അത് വടകര ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുന്നത് മുതൽ തുടങ്ങി ശൈല ടീച്ചറിനെതിരെയുള്ള ആ ഒരു പദ്ധതി. അത് ആ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം വഴി പാർട്ടി സംഘടന ഇല്ലാതായി. ഇനി സംഘടനാ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ആരാളുള്ളത്? ഗോവിന്ദനാണോ പറയുന്നത്? ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. പരിഹാസപാത്രമായി അപ്പം ഗോവിന്ദനുള്ള പേരും ചാർത്തിക്കിട്ടില്ല. അല്ല, ഗോവിന്ദനെ ഈ പാർട്ടി EP ജയരാജൻ്റെയൊക്കെ സീനിയോറിറ്റി മറികടന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കി വയ്ക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന് കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. താൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരാൾ ആ സ്ഥാനത്ത് മതി എന്നുള്ളതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിലും കുറെ കൂടി അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കണ്ണൂർ ബന്ധങ്ങൾ കോടിയേരിക്കുണ്ട്. അതെ, തീർച്ചയായും അദ്ദേഹം CPMൻ്റെ ഒരു സൗമ്യമുഖം തന്നെയായിരുന്നു, ആലോചിച്ച് തീരുമാനമെടുക്കും. പക്ഷെ പാർട്ടി എന്ന തലത്തിൽ അത് അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കൃത്യമായ ആലോചനകൾ കൂടി തന്നെയായിരുന്നു. റാൻമൂളിയായ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ MV ഗോവിന്ദനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഔന്നത്യം തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ വഹിച്ചിരുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ കൊണ്ടുവരാൻ തോന്നിയ കാര്യം ബാലസംഘത്തിൻ്റെ ചുമതലയായിരുന്നു പാർട്ടിയിൽ MV ഗോവിന്ദനും. ദേശാഭിമാനിയുടെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ ആ ബാലസംഘത്തിൻ്റെ ചുമതല, ബാലസംഘത്തിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ട കഥകളൊക്കെ പറഞ്ഞ് ബോബനുമോളിയും കഥയൊക്കെ പറഞ്ഞ് ബൗദ്ധികമായി MV ഗോവിന്ദൻ്റെ നിലവാരം ആ ലെവലിലേക്ക് വന്നു. ആ ലെവൽ ബാലസംഘത്തിൻ്റെ ബൗദ്ധിക നിലവാരം വെച്ചാണ് MV ഗോവിന്ദൻ CPMനെ ഭരിക്കാനും നയിക്കാനും ചെല്ലുന്നത്. താത്വിക ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതാണ് അപ്പത്തിൻ്റെ കഥയൊക്കെ വന്നത്. കാരണം കഥ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നല്ല, ഇഷ്ടംപോലെ പേരുണ്ട്, മാറി നിൽക്കേണ്ടവർ ഒത്തിരിയുണ്ട്. ഇനി കൊള്ളാവുന്നവരെന്ന് പറയാൻ ആരാ ഉള്ളത്? ആ ഒറ്റയാളുടെ പേര് പറ. അപ്പം നമ്മൾ മുമ്പേ കുറേ പേരെ അവർ ഒഴിവാക്കി. ഇനി മിച്ചം ആരാ ഉള്ളത്? അല്ല, ഇത് തന്നെയാണ് ഒരു അപജയം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിണറായി വിജയന് ശേഷം CPMനകത്ത് ഇടതുപക്ഷത്തിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു നേതാവിനെ പോലും പേരെടുത്ത് പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി ഇത്രത്തോളം ശുഷ്കമാക്കിയതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫലത്തിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പണ്ട് പറഞ്ഞത് കേട്ടതുപോലെ
ഇവിടെയും അത് തന്നെ സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്നാൽ ആ പ്രളയം വരാതെ കൃത്യമായി അണകെട്ടി നിർത്താനും അണികൾ ഒഴുകിപ്പോകാതെ നോക്കാനും ഞങ്ങൾ ഇപ്പോഴെങ്കിലും ശ്രമിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ദേശീയ നേതൃത്വവും അതുപോലെ CPM-ൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ പിണറായി വിജയനോടൊപ്പം നിന്ന് പുത്തൻകൂറ്റ് നേതാക്കന്മാരെല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കടുത്ത പിണറായി വിജയൻ പക്ഷക്കാരായിരുന്ന M സ്വരാജും P ജയരാജും, എന്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തിലത്ത് ദിനേശൻ വരെ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള FB കുറിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. പാർട്ടിക്ക് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത്, ഏത് വിഷയത്തിലേക്കാണ് കൈപൊള്ളിയതെന്ന് കൃത്യമായി അദ്ദേഹം അതിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്ന നേതാവിന് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഇനി അദ്ദേഹം ആ സ്ഥാനത്തിരുന്നാൽ ഇതൊന്നും പരിഹരിക്കപ്പെടുകയില്ല. CPM-ൽ നിന്നും ഒഴുകിപ്പോയ വോട്ടുകൾ, എനിക്ക് തോന്നുന്നു UDF-ന് ഇക്കുറി കിട്ടിയത് 1 കോടിയിലധികം വോട്ടുകളാണ് അധികം നേടാൻ സാധിച്ചത്. ഈ 1 കോടിയിലധികം വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ വോട്ടുകളെല്ലാം ചോർന്നത് CPM-നകത്ത് തന്നെ. അത് CPM-ന് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പോയത്, എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആലോചന യോഗങ്ങളിൽ തട്ടിത്തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, തെറ്റുപറ്റിയവർ തിരുത്തണമെന്ന് പിണറായി വിജയനും MP ഗോവിന്ദനും തിട്ടൂര് ഇറക്കുമ്പോൾ ഈ എങ്ങനെയാണ് അണികൾ അതിനെ നോക്കിക്കാണുക? മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയുമ്പോൾ അത് അനുസരിക്കാനും അംഗീകരിക്കാനും MP ഗോവിന്ദനും പിണറായി വിജയനും തയ്യാറാവുന്നില്ല. ഞങ്ങൾ ഈ സ്ഥാനത്ത് തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാറണമെങ്കിൽ മാറാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും പിണറായി വിജയനെതിരെ ഒരു പടയണി രൂപം കൊള്ളുന്നു, ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. ആ പടയണിയിൽ MP ഗോവിന്ദൻ്റെ തലയും ഛേദിക്കപ്പെടും. പിണറായി വിജയൻ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു അർബുദം നീക്കം ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം പരിക്ഷീണനായിരിക്കുന്നു. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി വരെ ആയിരിക്കും പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ആയുസ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ പിണറായി വിജയന് തീർച്ചയായും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും. സ്വാഭാവികമായും പിന്നീട് അദ്ദേഹം CPM-ൽ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്ന് രാമേന്ദ്രൻ പിള്ളയുടെ പുറകെ പോകും. അത്യാവശ്യം തീർച്ചയായും ഇനി ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.